ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ ടൈപ്പിലുള്ള ഒരു ബോട്ടിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിലിനെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് 1:2 റേഷ്യോയിൽ വാട്ടറും ഗ്ലൂവും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ 2-3 ലെയറായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് എന്ത് സ്റ്റിക്ക് ചെയ്താലോ അത് അടർന്നു പോകാതെ കംപ്ലീറ്റ് ആയിട്ട് അതിന് സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും. ഇല്ലാത്ത പക്ഷേ അത് അടർന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് 2-3 ലെയറായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടിലിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ടാണ് ഡെക്കർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ സെയിം അളവിൽ നമ്മൾ കാർഡ്ബോർഡ് പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട രീതിയിൽ ആ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 പീസും ആവശ്യമായിട്ടുണ്ട്, താഴെ വശത്തും മുകൾ വശത്തും ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകൾ വശത്ത് നിന്ന് നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ലെയർ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ളൊരു പ്രതലാണ് കിട്ടുക. ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിനൊന്ന് മടക്കി കുറച്ച് ഫ്ലെക്സിബിൾ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കാർഡ്ബോർഡ് പീസ് നമ്മൾ ബോട്ടിലിൽ ആദ്യം വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തിരിയാത്ത രീതിയിലുള്ള ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവാത്ത ആ ഒരു ഷേപ്പിൻ്റെ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിലും ഡൗൺ പോർഷനിലും സെയിം രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷനിലും കൂടി ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ ഷേപ്പൊന്നും ആക്കാതെ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാർഡ്ബോർഡിലും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറിലും എല്ലാ സ്പേസിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്പേസിൽ നമുക്ക് വൈറ്റ് കളറോ അല്ലെങ്കിൽ കാർബണിൻ്റെ കളറോ വിസിബിൾ ആവാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബോട്ടിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിനൊരു ആൻറ്റിക് ലുക്കാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഷേപ്പിലും നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ആണോ ഹൈലൈറ്റ് ചെയ്ത് കിട്ടേണ്ടത് ആ ഒരു ഏരിയയിൽ നമ്മൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ കളർ ചെയ്തെടുക്കുക. അല്ലാത്ത പോർഷനിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ അതിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ബ്രഷ് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ആൻറ്റിക് ലുക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഗോൾഡ് പേൾ മെറ്റാലിക് കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പിങ്ക് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ തറ്റവശത്ത്, അതായത് മുകളിലത്തെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ അടിവശത്തായിട്ടും താഴത്ത് ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകൾ വശത്തായിട്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തറ്റവശത്ത് മാത്രം പിങ്ക് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലൂ പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ പിങ്ക് അടിച്ചു കൊടുത്തിട്ടുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തറ്റവശത്ത് മാത്രം നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു കിടിലൻ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള കളേഴ്സ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ അതിൽ പേൾ മെറ്റാലിക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ അക്രി കളർ അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗോൾഡ് പേൾ മെറ്റാലിക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ പറ്റുന്ന മറ്റേ ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.